ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ലാസ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള അസൈൻമെൻറ്റിൻ്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള നിങ്ങളുടെ ഹൈസ്കൂളിൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട അസൈൻമെൻ്റ് ആയിരുന്നു അത്. നിങ്ങൾ മിക്ക ആളുകളും അത് കംപ്ലീറ്റ് ശരിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നെനിക്കറിയാം. എങ്കിലും പലരും അതിൻ്റെ സൊല്യൂഷൻ ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 10⁻² കിലോമീറ്റർ ഈക്വൽ ടു ഡാഷ് മീറ്റർ എന്നാണ്. അപ്പോൾ നമുക്ക് 10⁻²നെ നമുക്കതുപോലെ എഴുതാം. ഇൻറ്റു കിലോമീറ്റർ എന്ന് പറഞ്ഞതിന് മീറ്ററാണ് ആക്കേണ്ടത്. നമുക്കറിയാം കിലോ എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്, 1000 ആണ്. ഓക്കെ, നമുക്ക് മൊത്തത്തിൽ തന്നെ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻³ മീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കുമ്പോൾ മീറ്ററിലായി. അപ്പോൾ 10⁻² + 3 ദാറ്റ് ഈസ് 10�5 മീറ്റർ ഈസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. 10⁻³ മീറ്റർ ഈക്വൽ ടു ഡാഷ് സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞത്. ഡാഷ് സെൻറ്റിമീറ്റർ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻³ നമുക്ക് അതുപോലെ എഴുതാം. പിന്നെ മീറ്ററിനെ 10⁻³ ഇൻറ്റു 1 മീറ്റർ എന്നാണ് ഈ പറഞ്ഞത്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആണ്? 10⁻² സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 10⁻³ + 2 എത്രയാണ്? -1. അപ്പോൾ 10⁻⁻1 സെൻറ്റിമീറ്റർ ഇസ് ദ റൈറ്റ് ആൻസർ. 76 ഇൻറ്റു 10⁻⁴ കിലോമീറ്ററിനെ മില്ലിമീറ്ററിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 76 ഇൻറ്റു 10⁻⁴ ഓൾറെഡി അവിടെ ഉണ്ട്, ഇൻറ്റു കിലോമീറ്റർ ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം ആദ്യം മീറ്റർ ആക്കാം. കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻³ മീറ്റർ ആണല്ലോ. ഓക്കെ, ഇനി മീറ്ററിനെ മില്ലിമീറ്റർ ആക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 76 ഇൻറ്റു 10⁻⁴ ഈ 4ഉം 3ഉം എത്രയായി? 7 ഇൻറ്റു 1 മീറ്റർ എന്നാണ്. ആ ഒരു മീറ്ററിൽ എത്ര മില്ലിമീറ്റർ ആണ്? ഒരു മീറ്ററിൽ നമുക്കറിയാം 10⁻² സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ 10⁻² ഇൻറ്റു 1 സെൻറ്റിമീറ്റർ എന്നാണ്. ഇനി 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ? 10 മില്ലിമീറ്റർ. 10 millimeter. Therefore, our final answer is 76 into 10⁻⁷ 7 + 2 9 9 + 1 10 10 millimeter. അപ്പോൾ അതിന് നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. ഓക്കെ, വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ 7.6 ഇൻറ്റു ദിസ് ഈസ് ഓക്കെ 7.6 ഇൻറ്റു 10⁻⁹ millimeter എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി ഇതിനെങ്ങനെ കൊണ്ടുവരണമെന്നൊന്നുമില്ല, നമുക്ക് ഇവിടെ തന്നെ മാറ്റാം. ഇവിടെ തന്നെ നോക്കൂ, കേനെ ഒറ്റടിക്ക് എന്താക്കുക? 10⁻⁻3. കേൻ എന്താണ്? കെ എന്ന് പറഞ്ഞാൽ കിലോ, 10⁻3. പിന്നെ മീറ്ററോ? മീറ്ററിനെ നമ്മൾ മില്ലിമീറ്റർ ആക്കിയാൽ മതി. ഒരു മീറ്ററിൽ എത്ര മില്ലിമീറ്റർ ഉള്ളത്? 1000 മില്ലിമീറ്റർ. അതങ്ങനെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റടിക്ക് ഇവിടെ അങ്ങനെ കൊടുത്താൽ മതി. ദിസ് ഈസ് 10⁻³ മില്ലിമീറ്ററാണ്. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ തന്നെ ചെയ്യാം. നോക്കൂ, 3 + 3 6 6 + 4 10. അപ്പോൾ 76 ഇൻറ്റു 10⁻⁻. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കാണിച്ചു തന്നു മാത്രം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 10⁻⁶ മില്ലിമീറ്റർ ഈക്വൽ ടു ഡാഷ് സെൻറ്റിമീറ്റർ. നോക്കൂ, 10⁻⁶ മില്ലിമീറ്റർ എത്ര സെൻറ്റിമീറ്റർ എന്നാണ്? 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ. 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻1 സെൻറ്റിമീറ്റർ. Therefore, this is equal to 10⁵ സെൻറ്റിമീറ്റർ. 10⁵ സെൻറ്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. 10⁸ ക്വസ്റ്റ്യൻ മാറിയിട്ടുണ്ട് അല്ലേ? യെസ്, 10⁸ മീറ്റർ ഈക്വൽ ടു ഡാഷ് കിലോമീറ്റർ. നമുക്കറിയാം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ആണ്? 10⁻⁻3 കിലോമീറ്റർ ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁸ ഇൻറ്റു 1 മീറ്റർ. 1 മീറ്റർ മീൻസ് 10⁻⁻3 കിലോമീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁵ കിലോമീറ്റർ ആണല്ലോ അല്ലേ? 8 - 3 5. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. 10⁻⁻4 സെൻറ്റിമീറ്റർ ഈക്വൽ ടു ഡാഷ് കിലോമീറ്റർ. 10⁻⁻4. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്കാണ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് എത്താൻ സൗകര്യമായിരിക്കും. 10⁻⁻3
സെൻറ്റിമീറ്ററിനെ നമ്മൾക്ക് മീറ്ററിലേക്ക് ആക്കാം. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻² മീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻6 ഓക്കെ ഇൻറ്റു 1 മീറ്റർ എന്ന്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ? 10⁻³ കിലോമീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁹ കിലോമീറ്റർ. 10⁻⁹ കിലോമീറ്റർ. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. 10⁻³ മില്ലിമീറ്റർ. 10⁻³ മില്ലിമീറ്റർ ഈക്വൽ ടു ഡാഷ് സെൻറ്റിമീറ്റർ ഇൻറ്റു. നോക്കൂ, 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ. അപ്പോൾ 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻1 സെൻറ്റിമീറ്റർ. Therefore 10⁻⁴ സെൻറ്റിമീറ്റർ is the right answer. അടുത്ത ക്വസ്റ്റ്യൻ 10⁻10 millimeter. 10⁻10 that is 10⁻10 into 1 millimeter എത്ര മീറ്റർ? 1 മീറ്റർ എത്ര മില്ലിമീറ്റർ? 10⁻3. അപ്പോൾ തിരിച്ച് 10⁻³ മീറ്റർ. Therefore 10⁻7 meter is the right answer. അടുത്ത ക്വസ്റ്റ്യൻ 72 km/h. 72 ഇൻറ്റു കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുക. അപ്പോൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ഉണ്ട്? 5/18. 5/18. നോക്കൂ, 18ൻ്റെ ഡബിൾ എത്രയാണ്? 36. 36ൻ്റെ ഡബിളാണ് 72. 72ൽ 18 എത്ര ഉണ്ട്? 4. 4 ഇൻറ്റു 5. 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ്. 20 മീറ്റർ പെർ സെക്കൻഡ്. അടുത്തത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. ദാറ്റ് ഈസ് ഈക്വൽ ടു വാല്യൂ നമുക്കറിയാം 3 ഇൻറ്റു 10⁸8 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? ഓർക്കുന്നില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു അതെത്ര സെൻറ്റിമീറ്ററാണ്? 3 ഇൻറ്റു 10⁸8 മീറ്ററിന് സെൻറ്റിമീറ്റർ ആക്കുക. അപ്പോൾ 10⁻² മീറ്റർ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് അല്ലേ? ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻² സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതും കൂടെ കൺവേർട്ട് ചെയ്യാം. 3 ഇൻറ്റു 10⁸8 ഞാൻ ഇവിടെ നിന്നാണ് ഇവിടെ ഓക്കെ. അപ്പോൾ അത് മീറ്റർ പെർ സെക്കൻഡായി. ഇനി ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കിലോമീറ്റർ ആക്കേണ്ടത്. ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻³ കിലോമീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 10⁸8 മീറ്റർ പെർ സെക്കൻഡ്. അതൊക്കെ അത് മനസ്സിലായി, ഒരു ആൻസറായി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് സോൾവ് ചെയ്യുക. 3 ഇൻറ്റു 10⁻10 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. സെക്കൻഡ് വൺ ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് 3 ഇൻറ്റു 10⁻8 മൈനസ് 3 5 കിലോമീറ്റർ പെർ സെക്കൻഡ്. മനസ്സിലായോ? ഓക്കെ. അടുത്തത് 144 km/h ഈക്വൽ ടു ഡാഷ് മില്ലിമീറ്റർ പെർ സെക്കൻഡ്. ഡാഷ് മില്ലിമീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് 144 ഇൻറ്റു കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കിക്കോളൂ ഫസ്റ്റ് അല്ലേ? അപ്പോൾ ഇൻറ്റു 5/18 മീറ്റർ പെർ സെക്കൻഡ്. 5/18 മീറ്റർ പെർ സെക്കൻഡ്. നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ 72 km/h നമ്മൾ മാറ്റിയില്ലേ? 72ൻ്റെ ഡബിൾ അല്ലേ 144? 72ൽ 18 എത്ര എണ്ണം ഉണ്ടായിരുന്നു? 4. അപ്പോൾ 144ൽ എത്ര ഉണ്ടാവും? 18. അപ്പോൾ 8 ഇൻറ്റു 5 ഇൻറ്റു അത്രയും മീറ്റർ പെർ സെക്കൻഡാണ്. ഇനി ഇതിനെ മീറ്ററിനെ മില്ലിമീറ്റർ ആക്കണം കേട്ടോ. ഇനി മീറ്ററിനെ മില്ലിമീറ്റർ ആക്കണം. ഒരു മീറ്ററിൽ എത്ര മില്ലിമീറ്റർ ആണ്? 10⁻³ millimeter per second. Therefore the final answer is 40 into 10⁻³ millimeter per second, or you can also write 4 into 10⁻⁴ millimeter per second. Next question. 1 meter per second is equal to dash kilometer per hour. 1 kilometer per hour is equal to 5/18 meter per second ആയിരുന്നു ആണല്ലോ. അപ്പോൾ തിരിച്ചാണ് ചോദ്യം. അതായത് ഇവിടെ 1 മീറ്റർ പെർ സെക്കൻഡിനെ ഇവിടെ നിർത്തുക.
5/8 പുറത്ത് കൊണ്ടുവന്നാൽ എന്താവും 18/5 km/h. 1 meter per second is equal to 18/5 km/h. Next question. 360 km/h square equal to dash meter per second square. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യാം. കിലോമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കുക. എത്രയാണ്? 10⁻³ മീറ്റർ ഡിവൈഡഡ് ബൈ, ഇവിടെ ഹവർ സ്ക്വയർ ആണുള്ളത്, അതിനും സെക്കൻഡ് സ്ക്വയറിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു ഹവർ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ്? 3600 സെക്കൻഡ്, അത്രയും സ്ക്വയർ. അപ്പോൾ രണ്ടിനും സ്ക്വയർ വേണം. മനസ്സിലായോ? രണ്ടിനും സ്ക്വയർ വേണം. 360 × 10⁻³ നമുക്ക് എന്തെഴുതാം? നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 3600, ഇതിൽ നിന്ന് ഒരു 10നെ ഞാൻ അങ്ങോട്ട് കൊടുത്തു. അപ്പം ഞാൻ അവിടെ എത്ര ഉണ്ടാവുക? 10⁻² മീറ്റർ ഹോൾ ഡിവൈഡഡ് ബൈ, ഇതെന്താണ്? ഇത് 3600 സെക്കൻഡ് ഇൻറ്റു 3600 സെക്കൻഡ് എന്നാണ്. ഒരു 3600ഉം ഇവിടുത്തെ ഒരു 3600ഉം ക്യാൻസൽ ചെയ്യാം. പിന്നെ ഇവിടെ 1 സെക്കൻഡ് ഉണ്ട് കേട്ടോ, ഇവിടെയും 1 സെക്കൻഡ് ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? 100 ഡിവൈഡഡ് ബൈ 3600 സെക്കൻഡ് സ്ക്വയർ അല്ലേ? ഈ 1 സെക്കൻഡ് ഇൻറ്റു ഈ സെക്കൻഡ്, പിന്നെ മുകളിൽ മീറ്റർ. എഗെയിൻ 2 zeros cancel. Therefore the final answer is 1/36 meter per second square is the final answer. That's enough. ഇനി വേണമെങ്കിൽ നമുക്ക് അത് പിന്നെ അതിൻ്റെയും വാല്യൂ കൊടുക്കാം. 1/36 എന്ന് പറയുമ്പോൾ 0.028 ഒക്കെ വരും ഏകദേശം. നമുക്ക് ഇത്ര മതി. നമുക്ക് 1 minute is equal to dash hour. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 1/60 hour അല്ലേ? 1 hour is equal to 60 minutes. 1 second എത്ര മണിക്കൂറാണ്? 1 second എന്ന് പറഞ്ഞാൽ 1/3600 hour. അടുത്ത ക്വസ്റ്റ്യൻ. 1 day equal to, 1 day is equal to എത്ര അവറാണ്, എത്ര മിനിറ്റാണ്, എത്ര സെക്കൻഡാണ് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, 1 day എത്ര അവേഴ്സാണ്? 24 hours. 24 hours that is equal to അതെത്ര മിനിറ്റാണ്? 24 × 60 minutes. That is equal to 24 × 60 minutes ആണ്. 1 minute എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ്? 60 seconds. 60 seconds. That is equal to again 24 hours. 24 hours. ഇനി 24 × 60 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1440 minute equal to into 60. That's also very famous. 86,400 seconds. അപ്പോൾ നമുക്ക് 1 ഡേയിൽ 24 hours 1440 മിനിറ്റും 86,400 സെക്കൻഡാണ് ഒരു ദിവസത്തിൽ നമുക്കുള്ളത്. മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 54 meter per second equal to dash km/h. 15 meter per second. 15 into മീറ്ററിൻ്റെ കിലോമീറ്റർ ഒക്കെ 10⁻³ കിലോമീറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് ആണ്. 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1/3600 hour. ഓക്കെ, യെസ്, ദിസ് ഈസ് ഈക്വൽ ടു അല്ലേ 15 meter per second എന്ന് പറഞ്ഞാൽ 15 meter ഡിവൈഡഡ് ബൈ 1 സെക്കൻഡ് എന്നാണ്. 15 meter അതിനെ കിലോമീറ്റർ ആക്കി ഡിവൈഡഡ് ബൈ 1 സെക്കൻഡ്. ആ 1 സെക്കൻഡാണ് ഇത് കംപ്ലീറ്റ് എഴുതിയിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഞാൻ ഒന്നുകൂടെ അതിനെ മാറ്റി എഴുതാം. ദാറ്റ് ഈസ് 15 നോക്കൂ, 15 × 10⁻³ കിലോമീറ്റർ. പിന്നെ ഇത് 1 hour by 3600 ആണ്. അവർ ഇവിടെ ന്യൂമറേറ്ററില്ല, ഡിനോമിനേറ്ററിൽ ന്യൂമറേറ്ററില്ല. അപ്പോൾ ബൈ 3600 ഇവിടെ പോകും, മുകളിലേക്ക് പോകും. അപ്പോൾ 3600
കഴിഞ്ഞില്ല. ഡിവൈഡഡ് ബൈ ഇവിടെ 1 അവർ ഇവിടെ ബാക്കിയുണ്ട്. ഓക്കെ, അപ്പോൾ കിലോമീറ്റർ പെർ അവർ ആയി. ഇനി നമ്മൾ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. 15 ഇൻറ്റു 36 എത്ര വരിക? 15 ഇൻറ്റു 36 എന്ന് പറഞ്ഞാൽ 540. 540 ഇൻറ്റു 10⁻³ ഇവിടെ ഉള്ളത്, പിന്നെ ഇവിടെ 2 0. ഞാൻ 36 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 10⁻². ഇനി നോക്കൂ, കിലോമീറ്റർ ഉണ്ട് ഡിവൈഡഡ് ബൈ അവർ ഉണ്ട്. ദാറ്റ് ഈസ് 540 ഇൻറ്റു 10⁻⁻1 കിലോമീറ്റർ പെർ അവർ, ഓർ വിച്ച് ഈസ് ഈക്വൽ ടു 5.4. വേണ്ട, ഇവിടെ നമുക്ക് 10⁻⁻1 ആണ്. ഈ 0 ക്യാൻസൽ ചെയ്താൽ 54 ഇൻറ്റു 54 കിലോമീറ്റർ പെർ അവർ ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 18/5 കിലോമീറ്റർ പെർ അവർ ഈക്വൽ ടു ഡാഷ് മീറ്റർ പെർ സെക്കൻഡ്. നോക്കൂ, 18 ഡിവൈഡഡ് ബൈ 5 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 10⁻³ മീറ്റർ ഇൻറ്റു 1/1 അവർ എന്നാണ് അല്ലേ? 1 അവറിനെയാണ് നമ്മൾ അതൊക്കെ. അപ്പോൾ 1 അവർ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ്? 1/3600 സെക്കൻഡ്. 3600 സെക്കൻഡ് ഇതിലെ ന്യൂമറേറ്ററിലാണ്, ശ്രദ്ധിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് സ്വാഭാവികമായിട്ടും 3600 ഇവിടെ പോവും, മുകളിലേക്ക് പോവും. അപ്പോൾ 18 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 10⁻³ ഇൻറ്റു 3600 ഇൻറ്റു അത്രയും മീറ്റർ പെർ സെക്കൻഡ്. ഈ സെക്കൻഡ് ഇവിടെ തന്നെയാണ്, കാരണം സെക്കൻഡ് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ന്യൂമറേറ്ററിലാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3600 എത്ര 5 ഉണ്ട് നോക്കാം. അതായത് 5നെയും ഇതിനെ ക്യാൻസൽ ചെയ്യാൻ പോകണം. നമുക്ക് ക്യാൻസൽ ചെയ്താൽ 36 എത്ര ഉണ്ട്? 7 അല്ലേ? 7 5 35, പിന്നെ ഒരു 1 ബാക്കിയില്ലേ? അപ്പോൾ ആ 1 കൂടെ കൊടുത്താൽ 100 ആയി. 100 എത്ര 5 ഉണ്ട്? 20 ആണല്ലോ. യെസ്. ഇനി നോക്കൂ, 720 ഇൻറ്റു 18. 720 ഇൻറ്റു 18, പിന്നെ ഒരു 10⁻³ കൂടെ ഉണ്ട്. 720 ഇൻറ്റു 18 ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. ഇവിടെ ഞാൻ നോക്കാം. 12960 ഇൻറ്റു 10⁻³ മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു 10⁻³ മീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരുന്നത്? 1296 ഇൻറ്റു 10⁻⁴ മീറ്റർ പെർ സെക്കൻഡ്. 10⁻⁴ മീറ്റർ പെർ സെക്കൻഡ്. നോക്കൂ, എനിക്ക് വളരെ വലിയ ഒരു മിസ്റ്റേക്കാണ് ഇവിടെ പറ്റിയിട്ടുള്ളത് അല്ലേ? വളരെ വലിയൊരു മിസ്റ്റേക്ക് പറ്റി, നിങ്ങൾ ശ്രദ്ധിച്ചോ? നോക്കൂ, ഇവിടെ നോക്കൂ, 1 അവർ എന്നാണ് കൊടുക്കേണ്ടത്. 1 അവർ എന്ന് പറഞ്ഞാൽ 3600 സെക്കൻഡാണ്. ഞാനിവിടെ 1/3600 സെക്കൻഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ബിഗ് മിസ്റ്റേക്ക്. ദാറ്റ് ഈസ്, നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. കാരണം 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 5/18 മീറ്റർ പെർ സെക്കൻഡ്. ഇത് ഓൾറെഡി നമ്മളെ കയ്യിലുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ തിരിച്ചാണ്. 18/5. ഈ 5/18 അങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്താ കിട്ടുക നമുക്ക്? 18 ഡിവൈഡഡ് ബൈ 5 കിലോമീറ്റർ പെർ അവർ. ദാറ്റ് ഈസ് ഈക്വൽ ഇവിടെ ആരാളുള്ളത്? 1 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇത്ര ചെയ്യാനുള്ളൂ ആക്ച്വലി. ഓക്കെ, ഇനി നമ്മൾ ചെയ്തതിൽ മിസ്റ്റേക്ക് എന്താണുള്ളത് നോക്കാം. അത് ചെയ്താലും അപ്പോൾ ഇത് കിട്ടണമല്ലോ. നോക്കൂ, ഇവിടെ നോക്കൂ, 18 ദിസ് ഈസ് ഈക്വൽ ടു 18/5 ഇൻറ്റു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻³ മീറ്റർ ഡിവൈഡഡ് ബൈ 1 അവർ. 1 അവർ എന്ന് പറഞ്ഞാൽ 3600 സെക്കൻഡ്. 18/5 എന്ന് പറഞ്ഞാൽ 3.6 ഇൻറ്റു 10⁻³ മീറ്റർ. 10⁻³ മീറ്റർ ഡിവൈഡഡ് ബൈ 3600 സെക്കൻഡ്. നോക്കൂ, 3.6 ഇൻറ്റു പിന്നെ 3 0 ഇട്ട് കൊടുത്താൽ എന്താ വരിക? ഇൻറ്റു 1000 കൊടുത്താൽ 3600. അപ്പോൾ 3600 ക്യാൻസൽ ചെയ്തു. 1 മീറ്റർ പെർ സെക്കൻഡ് ഈസ് ദ റൈറ്റ് ആൻസർ. ഞാൻ നോക്കൂ, ഇവിടെ 1 അവറിന് ഞാനിതൊന്നിങ്ങനെ നോക്കാതെ ഇങ്ങനെ ചെയ്തു പോയതാണ്. ഐ എം സോറി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദാറ്റ് ഈസ് 6 hours per 4 minutes അല്ലേ? 6 hours ഡിവൈഡഡ് ബൈ 4 minutes എന്താണെന്നാണ്. ഇവിടെ നമുക്ക് നോക്കൂ, ഇവിടെ ഈക്വൽ ടു ഇവിടെ യൂണിറ്റ് ഒന്നും തന്നില്ല. കാരണം യൂണിറ്റ് ഉണ്ടാവില്ല.
കാരണം മുകളിലും ടൈമാണ് താഴെയും ടൈമാണ്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോകും കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. നമുക്ക് രണ്ടിനെയും സെക്കൻഡിലേക്ക് മാറ്റാം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെക്കൻഡിലേക്ക് മാറ്റി വെക്കുക. എന്താ കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 1 അവർ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ്? 3600 സെക്കൻഡ് ഹോൾ ഡിവൈഡഡ് ബൈ 4 മിനിറ്റ് എന്ന് പറഞ്ഞാലോ 4 ഇൻറ്റു 60 സെക്കൻഡ്. അപ്പോൾ സെക്കൻഡ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ യൂണിറ്റ് ഉണ്ടാവില്ല. ഒരു 0 ഇവിടെ ക്യാൻസൽ ചെയ്തു. പിന്നെ ഇവിടെ 6 ഉള്ളത്. ആ 6ഉം ഈ 6ഉം ക്യാൻസൽ ചെയ്ത് കണ്ടോ. ഇനി 360 ഡിവൈഡഡ് ബൈ 4 ആണ്. 36ൽ 4 എത്ര ഉണ്ട്? 9. പിന്നെ ഒരു 0. 90 ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 10 raised to minus 4 centimeter equal to dash millimeter. That is 10 raised to minus 4 മൈനസ് ആണ് ഇൻറ്റു ഒരു സെൻറ്റിമീറ്ററിൽ എത്ര മില്ലിമീറ്റർ? 10 millimeter. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 raised to മൈനസ് 4. ഇവിടെ എന്താ ഒന്നുമില്ലെങ്കിൽ റൈസ് ടു 1 ആണ്. ആ -4 + 1 -3 മില്ലിമീറ്റർ ആണല്ലോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വെരിഫൈ ചെയ്യണം. എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ചെയ്ത് നോക്കണം. എന്തെങ്കിലും എനിക്കും കാൽക്കുലേഷൻ മിസ്റ്റേക്കൊക്കെ സംഭവിക്കാം. അതിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ശ്രദ്ധയിൽ നിങ്ങൾ പെടുത്തണം എന്ന് ഓരോരുത്തരോടും ആവശ്യപ്പെടുകയാണ്. ആ കൺവേർഷൻ്റെ ഏത് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നാലും നമുക്ക് ഇനി കൺവേർട്ട് ചെയ്യാൻ കഴിയണം. ആ മീറ്റർ, സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, കിലോമീറ്റർ, പെർ അവർ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയണം. ഓക്കെ, താങ്ക് യു.